നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫിൽ പ്രകമ്പനം തീർത്തുകൊണ്ടാണ് സൗദി രാജകുമാരൻ ബിൻ സൽമാൻ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത്. ഇതിനു പിന്നാലെയാണ് വമ്പൻ പ്രഖ്യാപനങ്ങൾ ഒന്നൊന്നായി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഗൾഫ് മേഖല ഒന്നടങ്കം ഉറ്റുനോക്കുന്ന വിഷൻ 2030 ഒരു വർഷത്തിലേക്ക് പ്രധാനപ്പെട്ട മറ്റൊരു നിർദ്ദേശം വരികയുണ്ടായി. അതായത് രാജ്യത്ത് വൻ വികസന മുന്നേറ്റം ലക്ഷ്യമിടുന്ന സൗദി ഡൗൺ ടൗൺ കമ്പനി പ്രഖ്യാപിച്ച് സൗദി അറേബ്യ. കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാനാണ് സൗദി അറേബ്യയിലെ 12 നഗരങ്ങളിൽ വൻ വികസനം ലക്ഷ്യമിടുന്ന പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാജകുടുംബത്തിന്റെയും പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന്റെയും കീഴിൽ സൃഷ്ടിക്കപ്പെടുന്ന കമ്പനിയാണ് സൗദി ഡൗൺ ടൗൺ കമ്പനി. രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ ആരംഭിക്കുന്ന പ്രൊജക്ടുകൾ പുതിയ തൊഴിലവസരങ്ങളും വികസനവും സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പദ്ധതിയിലൂടെ പല നഗരങ്ങളുടെയും അടിസ്ഥാന സൗകര്യങ്ങളും സ്വകാര്യ മേഖലയുമായുള്ള തന്ത്രപരമായ ബന്ധത്തിലൂടെ സമൂലമായ രീതിയിൽ ഉടച്ചുവാർക്കലാണ് പ്രധാന ലക്ഷ്യം. മദീന, അൽകോബാർ, അൽ അഖ്സ, ബുറൈദ, നജ്റാൻ, ജീസാൻ, ഹായിൽ, അൽബാഹ, അറാർ, തായിഫ്, ദൗമത്തുൽ, ജന്തൽ, തബൂക്ക് എന്നീ നഗരങ്ങളിലാണ് പദ്ധതി. രാജ്യത്തുടനീളം വിവിധ ഫാക്ടറികൾ ഉൾക്കൊള്ളുന്ന ബഹുമുഖ നഗരങ്ങൾ സ്ഥാപിക്കാനും വികസിപ്പിക്കാനും പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നുവെന്നാണ് മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ വ്യക്തമാക്കിയെന്ന വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ചില്ലറ വ്യാപാര സമുച്ചയങ്ങൾ, വിനോദ കേന്ദ്രങ്ങൾ, പാർപ്പിട പദ്ധതികൾ തുടങ്ങിയവയുടെ നിർമ്മാണങ്ങളാണ് SDC നിർവഹിക്കുക. വിഷൻ 2030 എന്ന ലക്ഷ്യത്തോടെ സമ്പദ് വ്യവസ്ഥയുടെ വൈവിധ്യവൽക്കരണം വർദ്ധിപ്പിക്കാനും എണ്ണ ഇതര മേഖലയിൽ നിന്നുള്ള GDPയുടെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടുകയെന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് പുതിയ പദ്ധതി. സ്വകാര്യ മേഖലയ്ക്ക് പുതിയ അവസരങ്ങൾ ലഭ്യമാക്കുന്നതിനും തദ്ദേശീയർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും SDC സഹായകരമാകും. പ്രാദേശിക സംസ്കാരത്തിന്റെയും പരമ്പരാഗത സൗദി അറേബ്യൻ വാസ്തുവിദ്യാ രൂപങ്ങളുടെയും വൈവിധ്യത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നതിനോടൊപ്പം തന്നെ അത്യാധുനിക സാങ്കേതിക വിദ്യയിലൂടെ 10 ലക്ഷം ചതുരശ്ര മീറ്റർ നഗരവികസനം നടപ്പാക്കുകയാണ് കമ്പനിയുടെ പ്രാഥമിക ലക്ഷ്യം. വാണിജ്യ, റീറ്റെയിൽ, വിനോദസഞ്ചാരം, വിനോദം, താമസം എന്നീ മേഖലകളിൽ പുതിയ ബിസിനസ് അവസരങ്ങളും നിക്ഷേപവും സൃഷ്ടിച്ച് പൊതു സ്വകാര്യ മേഖലകൾക്കിടയിൽ പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയും ബന്ധം കൂടുതൽ ഊഷ്മളമാക്കുകയും ചെയ്യും. പദ്ധതി രാജ്യത്ത് താമസിക്കുന്ന പൗരന്മാരുടെ ജീവിത നിലവാരത്തിൽ ഗുണകരമായ കുതിച്ചുചാട്ടം കൊണ്ടുവരുമെന്നും കുടുംബങ്ങൾക്ക് ആകർഷകമായ അന്തരീക്ഷം പ്രദാനം ചെയ്യുമെന്നും ഉറപ്പാക്കുമെന്നും മുഹമ്മദ് ബിൻ സൽമാൻ വ്യക്തമാക്കി. വിഷൻ 2030 എന്ന ലക്ഷ്യത്തോടെ പ്രഖ്യാപിച്ച നിയോം നഗര പദ്ധതിയുടെ പ്രവർത്തനങ്ങളും രാജ്യത്ത് നടന്നു വരികയാണ്. മുഹമ്മദ് ബിൻ സൽമാൻ വിഭാവനം ചെയ്ത ഹൈപ്പർ ഫ്യൂച്ചറിസ്റ്റിക് നഗരമാണ് നിയോം. അമ്പരചുംബികളുടെ പദ്ധതിക്ക് മിറർ ലൈൻ എന്ന് പേരിടുകയും ചെയ്തിട്ടുണ്ട്. $1 ട്രില്യൺ പദ്ധതിക്ക് നിലവിൽ ആകെ ചിലവ് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.